അഭിലാഷോട് ഒരു അപേക്ഷയുണ്ട്. ഈ മാതൃഭൂമി എന്നുള്ള ചാനലിൽ വന്ന ആങ്കറിന്റെ സ്ഥാനത്ത് ഒന്നുകിൽ നിങ്ങൾ ഇറങ്ങി നിന്ന് ആ സ്ഥാനത്ത് വേറൊരാളെ ഇരുത്തണം, ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ബാക്കിയുള്ള രണ്ടുപേർക്ക്. മൂന്നാമതാളെ കുറിച്ച് പറയുന്നില്ല, അയാൾ നിഷ്പക്ഷമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആങ്കർ എന്തിനാ അവിടെ ഇരിക്കുന്നത്? നിങ്ങൾ പറയുന്ന പറയാനല്ല. ഗുഡ് ജോബ്. നാലാളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? ന്യൂനപക്ഷ വർഗീയത കൊള്ളാം എന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇടപെട്ടത്. ആ സഹോദരി പറഞ്ഞ അഭിലാഷ് ഞാൻ അങ്ങനെ ആ സഹോദരി പറഞ്ഞപ്പോൾ എനിക്ക് ഇടപെടേണ്ട ഇടങ്ങളിലൊക്കെ ഇടപെട്ടു. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ഇടപെട്ടു. 90% പേരും കേരളത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളിൽ 90% പേരും മറച്ചു ചെയ്തത് ഒരു വിഭാഗത്തിലേതാണെന്ന് ആ സഹോദരി പറഞ്ഞതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? എനിക്കതിൽ ഡാറ്റ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാത്തത്. എന്റെ ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ? അവർ രണ്ട് കൊലപാതകങ്ങളും ഒരുപോലെ അല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളുടെ തകരാറ്. അല്ല, എനിക്ക് ഡാറ്റ ഇല്ല. പക്ഷേ എം വി ഗോവിന്ദൻ എന്ത് പറഞ്ഞു എന്നുള്ളത് ഞാൻ കേട്ടതാണ്. അതിൽ എനിക്ക് ഡാറ്റ ഉണ്ട്. ഇവിടെ ചർച്ചയിൽ വന്നിരുന്ന ആളുകൾ പറയുന്ന തോന്നിയാസങ്ങളൊക്കെ അംഗീകരിക്കാനല്ല ഞാൻ ഈ ഉടുപ്പൊക്കെ ഇട്ട് കസേരയിൽ ഇരിക്കുന്നത്. മനസ്സിലായോ? അതിപ്പോ ആര് പറഞ്ഞാലും അതുകൊണ്ടാണ് നല്ല അന്തസ്സായിട്ട് പ്രകാശ് ബാബു ആങ്കറുടെ പണിയെടുക്കുന്നത്. നിഷ്പക്ഷമായിട്ടാണ്. നിഷ്പക്ഷത എന്ന് പറയുന്നത് എന്താണ്? ആരെങ്കിലുമൊക്കെ വന്ന് പറയുന്ന കള്ളങ്ങളൊക്കെ ശരി എന്ന് പറയാനാണ് നിഷ്പക്ഷത. അങ്ങനെ വിചാരിക്കല്ലേ. മാതൃഭൂമിയുടെ കാര്യമൊന്നും താങ്കൾ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. അത് മാതൃഭൂമിയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞോളാം. താങ്കള് അവിടെ വന്നിരുന്ന് പറയാൻ ഇല്ലാത്ത കാര്യങ്ങൾ, കള്ളങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇടപെടും. അത്രേ ഉള്ളൂ. അത് ആര് പറഞ്ഞാലും ഇടപെടും. അത്രേ ഉള്ളൂ. അപ്പൊ താങ്കൾ പറഞ്ഞത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞ ഉടനെ താങ്കൾ അതിനെ അതെന്റെ താല്പര്യം. എനിക്ക് എല്ലായിടത്തും ഒരൊറ്റ സ്വഭാവമാണു. ഞാൻ വസ്തുതയുടെ പക്ഷത്തെ തലച്ചോറിൽ ഉള്ളത് കൊണ്ട് ചിലര് പറയുമ്പോൾ താങ്കൾ ഒന്നും പറയില്ല. എനിക്കൊരൊറ്റ സംസ്കാരമേ ഉള്ളൂ. എന്റെ സംസ്കാരം മതനിരപേക്ഷതയ്ക്കൊപ്പമാണ്. എന്റെ സംസ്കാരം എല്ലാ കൊലപാതകങ്ങളെയും എതിർക്കുന്നതാണ്. എന്റെ സംസ്കാരം വർഗീയതക്കെതിരാണ്. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സുഖം. അതേത് കാലത്തും ഞാൻ എവിടെ ഇരുന്നാലും എനിക്കൊരൊറ്റ സംസ്കാരമേ ഉള്ളൂ. അതെല്ലാ വർഗീയതക്കെതിരാണ്. ഒരു പാനലിസ്റ്റ് വന്നിരുന്ന് ഒരാൾ പറയാത്ത കാര്യം പറഞ്ഞാൽ ഞാൻ ഇടപെടും. ശ്രീ പ്രകാശ് ബാബു, അത് താങ്കൾ കണ്ണുരുട്ടി കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടേ എവിടെ നിന്നും ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. അങ്ങേക്ക് അറിയാം. എല്ലാവരുടെ കാര്യത്തിലുണ്ട്. എല്ലാവരുടെ കാര്യത്തിലുണ്ട്. അതൊക്കെ കേൾക്കുന്ന ജനങ്ങൾ തീരുമാനിച്ചത്. ആ സഹോദരി ഡാറ്റ ഇല്ല. പരിശോധിച്ചതിന് ശേഷം പറയാം. അല്ലല്ല, അങ്ങനെയാണെങ്കിൽ ശരി, അതിന് ഡാറ്റ താങ്കൾ അല്ല വേണ്ടെന്നേ. എന്റെ കയ്യിൽ ഡാറ്റ ഇല്ല. നിങ്ങൾ പറയൂ, അങ്ങ് പറയൂ ഡാറ്റ. ശരി, അല്ലല്ല പറയൂ, താങ്കൾ നമുക്ക് ആ വിഷയത്തിൽ നിന്ന് പോകരുത്. താങ്കൾ ഡാറ്റ ഇടപെടിയല്ലേ? ഇല്ല, താങ്കൾ ഡാറ്റ പറയൂ. 90% വെടിവെക്കുകയല്ലേ? ഇല്ല, ഒറ്റ സെക്കൻഡ്. ഞാൻ പറയുമ്പോൾ വെടിവെക്കല്ല. ഞാൻ അങ്ങേക്ക് നിർബാധം നിർവഹിക്കാനുള്ള സമയം തരാം. പക്ഷെ പറയേണ്ടത് ഈ കാര്യമായിരിക്കാം. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? എന്റെ കയ്യിൽ റാലിയ പറഞ്ഞ കാര്യത്തെ കൗണ്ടർ ചെയ്യാനുള്ള ഡാറ്റ ഇല്ല. 90% മുസ്ലിം നാമധാരികളാണെന്ന് അവർ പറയുന്നു. എനിക്കറിയില്ല, അവർ പറയുന്നു. അതിന് കൗണ്ടർ ചെയ്യാൻ താങ്കളുടെ ഡാറ്റ പ്രസന്റ് ചെയ്തോളൂ. നോ പ്രോബ്ലം, ഞാൻ ഇടപെടില്ല. അഭിലാഷേ, ഞാൻ പറയുമ്പോ താങ്കൾ കാര്യം ഇടപെട്ടതാണല്ലോ. ഇത് പറയൂ, ഈ കാര്യം പറയൂ. ഓക്കെ, ഭൂരിപക്ഷ വർഗീയതയാണ് അപകടം. അല്ലല്ല, ഭൂരിപക്ഷ വർഗീയതയുടെ അപകടം എന്ന് പറഞ്ഞാൽ തലയിൽ ആൾതാമസമുള്ള ഒരു സെക്കൻഡ് ഇപ്പോ റാനിയ പറഞ്ഞു 90% പരിപാടി വേണ്ട. ഞാൻ താങ്കൾ കാര്യത് അല്ല, ഇപ്പൊ താങ്കൾ പറഞ്ഞ 90% മുസ്ലിം നാമധാരികളാണ് എന്ന് പറഞ്ഞതിൽ എന്റെ കാര്യം അല്ല, എന്റെ കയ്യിൽ ഡാറ്റ ഇല്ലല്ലോ. താങ്കൾ പറഞ്ഞു ഞാൻ മുട്ടിലെറിഞ്ഞു. താങ്കൾ ഡാറ്റ പറയുന്നേ. എന്റെ എല്ലാ മാനവും പോയി. ശരി, താങ്കൾ ഡാറ്റ പറഞ്ഞോ. അപ്പൊ ഞാൻ കേൾക്കാൻ ഇവിടെ ഇരുന്ന് പറയൂ. ഇതിന്റെ ഡാറ്റ പറയൂ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. എനിക്കറിയില്ല. ചോദിച്ചോട്ടെ അഭിലാഷേ,
ഞാൻ പറയാൻ ഒന്ന് അനുവദിക്കുമോ? ഞാൻ എല്ലാത്തിലും വരും. ഞാൻ തുടങ്ങി വെച്ചതൊന്ന് അവസാനിപ്പിച്ചോട്ടെ. നീ കിടന്നങ്ങനെ ഉരുളൊന്നും വേണ്ട. ഭൂരിപക്ഷ വർഗീയത അപകടമല്ല, അപകടമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തലയിൽ ആൾതാമസമുള്ളവർക്കറിയാം ന്യൂനപക്ഷ വർഗീയത അത്ര പ്രശ്നമല്ല. ശരി, താങ്കൾ പറഞ്ഞത് അത് ഞാൻ പറയുമ്പോഴാണ് താങ്കൾ ഇതിൽ കയറി ഇടപെട്ടത്. അപ്പോ ഞാൻ താങ്കളോട് ചോദിച്ചു, അപ്പോ ഞാൻ ഇതൊക്കെ ആളുകൾക്ക് ബാക്ക് അടിച്ച് കാണാൻ കേട്ടോ. അത് മറക്കരുത്. ന്യൂനപക്ഷ വർഗീയത അപകടമല്ല എന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഇടപെട്ടത്. എം വി ഗോവിന്ദൻ അങ്ങനെയല്ല പറഞ്ഞതെന്ന് പറഞ്ഞത്. എം വി ഗോവിന്ദൻ പറഞ്ഞതിന്റെ ടെക്സ്റ്റ് ഞാൻ വായിച്ചല്ലോ, അത് വേണം ഒന്നും കൂടി വായിക്കാം. എം വി ഗോവിന്ദൻ പറഞ്ഞത് ഞാൻ കേട്ടു, അതാ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ അല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. പ്രകാശ് ബാബു, ചർച്ച നടത്തുമ്പോൾ എന്താ പ്രശ്നം എന്നറിയോ? നമുക്ക് വസ്തുതകളുടെ ഒപ്പം നിൽക്കണം. അതിപ്പോ താങ്കൾക്ക് താല്പര്യം ഉണ്ടാവും, റാണിയുടെ താല്പര്യം ഉണ്ടാവും. എനിക്ക് ആസ് എ ജേർണലിസ്റ്റ് വസ്തുതകളുടെ പക്ഷത്ത് നിൽക്കാനുള്ള ബാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഈ പണിയെടുക്കാൻ യോഗ്യനല്ല. അതുകൊണ്ടാണ് ഇടപെട്ടത്. താങ്കളുടെ തർക്കം തീർന്നെങ്കിൽ ബാക്കി കാര്യം പറഞ്ഞോളൂ. താൻ എന്ത് സംസാരിക്കാനാണ്? താനോട് നാദി